ആദ്യത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകമാണ് മെർക്കുറി. ഓപ്ഷൻസ് കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഏതായിരിക്കും ശരിയായവ എന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ സി ആണ്. 3 ശരിയാണ്. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകമാണ് മെർക്കുറി. അടുത്ത ചോദ്യം, സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യവസായമായി നിർമ്മിക്കുന്നത് ഡാഷ്. അമോണിയ, സൾഫ്യൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അലൂമിനിയം. കോണ്ടാക്ട് പ്രോസസ്സ്, സമ്പർക്ക പ്രക്രിയ വഴി വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് ഏതായിരിക്കും? ആൻസർ ബി ആണ്, സൾഫ്യൂറിക് ആസിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രതലബലം. പ്രതലബലത്തിന് അടിസ്ഥാനം ദ്രാവക തന്മാത്രകളുടെ കൊഹിഷൻ ആണ്. പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലത്തിന് സമാന്തരമായിട്ടാണ്. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകം ഏതാണെന്ന്. മെർക്കുറി, ബ്രോമിൻ, ഗാലിയം, സൾഫർ. ആൻസർ ബി ആണ്, ബ്രോമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണെന്ന്. സിലിക്കൺ, സിലിക്കോസിസ്, മെർക്കുറി, മിനമാത, ലെഡ്, പ്ലംബിസം, കാഡ്മിയം, വിൽസൺ രോഗം, പൊട്ടാസ്യം, ഹൈപ്പോകലാമിയ. ഏതായിരിക്കും തെറ്റായ ജോഡി? 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. കാഡ്മിയം, വിൽസൺ രോഗം. ബാക്കിയെല്ലാം തന്നെ ശരിയാണ്. സിലിക്കൺ, സിലിക്കോസിസ്, മെർക്കുറി, മിനമാത, ലെഡ്, പ്ലംബിസം, പൊട്ടാസ്യം, ഹൈപ്പോകലാമിയ. അടുത്ത ചോദ്യം, മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? സ്വർണം Ag, അയൺ Fe, സിൽവർ Au, ടിൻ Sn, മെർക്കുറി Hg. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 2, 4, 5. രണ്ടാമത്തെ ഏതാണ്? അയൺ Fe. 4 ഏതാണ്? ടിൻ. ടിന്നിന്റെ Sn ആണ്. 5 മെർക്കുറി Hg ആണ്. അപ്പൊ സ്വർണത്തിന്റെ ഏതായിരിക്കും പ്രതീകം? Au ആണ്. Au. സിൽവറിന്റെ Ag ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ അലസവാതകമല്ലാത്തത്. സിനോൺ, ഹീലിയം, ഗാലിയം, റഡോൺ. ആൻസർ 3 മാത്രമാണ്. ഗാലിയം അലസവാതകം അല്ല. ബാക്കി സിനോണും ഹീലിയം, റഡോൺ ഒക്കെ എന്താണ്? അലസവാതകം അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഗാഢ സൾഫ്യൂറിക് ആസിഡ്, ഗാഢ നൈട്രിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ഓക്സൈഡ്. ആൻസർ ഡി ആണ്, കാൽസ്യം ഓക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്. യുറേനിയം, ടൈറ്റാനിയം, അലൂമിനിയം, ഇരുമ്പ്. ആൻസർ ബി ആണ്, ടൈറ്റാനിയം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്സിജൻ എന്ന് പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. പിന്നെയോ ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏത് തന്നെയാണ്? ഓക്സിജൻ ആണ്. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ജൊഹാൻസൺ, ലാമാർക്ക്, ഹർ ഗോവിന്ദ് ഖൊരാനെ, ഗ്രീഗർ മെൻഡൽ.
ആൻസർ എ ആണ്, ജൊഹാൻസൺ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആന്റൺ വാൻ ല്യൂവൺ ഹോക്ക്. ആൻസർ സി ആണ്, 1, 3, 4 എന്നിവ. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ്. പിന്നെയോ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. പിന്നെ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആന്റൺ വാൻ ല്യൂവൺ ഹോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫംഗസ് ബാധ മൂലമുണ്ടാകുന്ന ഒരു രോഗം. മന്ത്, മലമ്പനി, പേവിഷബാധ, വട്ടച്ചൊറി. ആൻസർ ഡി ആണ്, വട്ടച്ചൊറി. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പ്യൂറ. ഹൃദയം ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നു. രക്തപര്യന വ്യവസ്ഥകളുടെ കേന്ദ്രമാണ് ഹൃദയം. ആൻസർ ബി ആണ്, 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. HNO3, HCl, H2SO2, H2SO4. ആൻസർ ബി ആണ്, HCl. അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ, ന്യൂക്ലിയസ്, ലൈസോസോം. ആൻസർ ഡി ആണ്, ലൈസോസോം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം. സിക്കിൾ സെൽ അനീമിയ, ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. ആൻസർ എ ആണ്, സിക്കിൾ സെൽ അനീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ബ്രെയിൽ ലിപി. സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത് കാഴ്ച പരിശോധിക്കാനാണ്. ആൻസർ ഡി ആണ്, 1, 2, 3 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തന്നെ തിരഞ്ഞെടുക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. എല്ലുകൾക്ക് ഉറപ്പു നൽകുന്ന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയാണ് തുടയെല്ല്. ആൻസർ 1, 2, 3, അതായത് ഡി ആണ് ശരി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണെന്ന്. വൈറ്റമിൻ എ നിശാന്തത, വൈറ്റമിൻ ബി ഗോയിറ്റർ, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി കണ. ഓപ്ഷൻസ് വായിച്ചു നോക്കാട്ടോ. ഏതായിരിക്കും തെറ്റായ ജോഡി? ആൻസർ ബി ആണ്, 2 മാത്രം. വൈറ്റമിൻ ബി ഗോയിറ്റർ, അതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ശുക്രൻ, ചൊവ്വ, ബുധൻ, ഭൂമി. ആൻസർ എ ആണ്, ശുക്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത്? ആര്യൻ നാഗരികത, സിന്ധു നദീതട സംസ്കാരം, വൈദിക നാഗരികത, ഇവയെല്ലാം. ആൻസർ ബി ആണ്, സിന്ധു നദീതട സംസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ബ്രിട്ടൻ, കാനഡ, അമേരിക്ക, ജപ്പാൻ. ആൻസർ സി ആണ്, അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1857 വിപ്ലവത്തിന്റെ പരിണത ഫലങ്ങളിൽ ഉൾപ്പെടാത്തത്. 1858 രാജ്ഞിയുടെ വിളംബരം, ഗവർണർ ജനറൽ സ്ഥാനത്തിനു പകരം വൈസ്രോയി സ്ഥാനം നിലവിൽ വന്നു, 1858 വിക്ടോറിയ രാജ്ഞി അധികാരം ഏറ്റെടുത്തു,
വൈസ്രോയിമാർക്ക് പകരമായി സ്റ്റേറ്റ് സെക്രട്ടറിയെ നിയമിച്ചു? ആൻസർ 4 ആണ്. 4 മാത്രം. ആൻസർ സി. ആൻസർ സി ആണ്. 4 മാത്രം. പ്രാഥമിക വർണ്ണമല്ലാത്തത് പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. ആൻസർ ബി ആണ്, മഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. നിലവിൽ 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം 3-ലാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. ആൻസർ സി ആണ്. 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഒന്നേതാണ്? വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് ഏത്? മൗലിക അവകാശങ്ങള്. നിലവിൽ 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. പിന്നെയോ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏതിലാണ്? ഭാഗം 3-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഏതാണ്? ആംപിയർ, ഫാരഡ്, ഹെൻറി, ഓം. ആൻസർ സി ആണ്, ഹെൻറി. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ നിയമം പാസാക്കിയത് റോബർട്ട് ക്ലൈവ് ഗവർണർ ആയിരുന്ന കാലത്തായിരുന്നു. ആൻസർ സി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അടുത്ത ക്വസ്റ്റ്യൻ, പാചകവാതകത്തിന് ഗന്ധം കിട്ടാൻ ചേർക്കുന്ന പദാർത്ഥം? ഈഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ മെർക്യാപ്റ്റൻ, ബെൻസീൻ, നാഫ്തലിൻ. ആൻസർ ബി ആണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ, കലോറിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം? LPG, NNG, ഹൈഡ്രജൻ, പെട്രോൾ. ആൻസർ സി ആണ്, ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, മോട്ടോർ നിയമം, ഫ്ലമിങ്ങിന്റെ ഇടതു കൈ നിയമം. ആൻസർ ബി ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? അലൂമിനിയത്തിലാണ്, ശുദ്ധജലത്തിൽ കൂടിയാണ്, ശൂന്യതയിലാണ്, വായുവിലാണ്? ആൻസർ എ, അലൂമിനിയത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? മഞ്ഞ, ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്. ആൻസർ ബി ആണ്, ചുവപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ? പ്ലാസ്മ, ടൈം ക്രിസ്റ്റൽ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആൻസർ ഡി ആണ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. രണ്ടാമത്തെ, ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളിയാണ് ബോം ജീസസ് പള്ളി. ബോം ജീസസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഓപ്ഷൻസ് ഇതാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ, ഓപ്ഷൻ സി 3, 4 എന്നിവ, ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവ. ആൻസർ ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1, 2, 4 എന്നിവ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി എന്നും. രണ്ടാമത്തെ ഏതാണ്? ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണിയെടുപ്പിച്ച പള്ളിയാണ് ബോം ജീസസ് പള്ളി. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്.
ഇനി അടുത്ത ചോദ്യം, ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏതാണെന്ന്? ധനകാര്യം സി അച്യുതമേനോൻ, തൊഴിൽ ടി.വി. തോമസ്, വ്യവസായം കെ.സി. ജോർജ്, ഭക്ഷ്യം കെ.ആർ. ഗൗരിയമ്മ, വിദ്യാഭ്യാസം ജോസഫ് മുണ്ടശ്ശേരി. തെറ്റായ ജോഡിയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ആൻസർ ഡി ആണ്. 3ഉം 4ഉം ആണ് തെറ്റ്. ബാക്കി ധനകാര്യം സി അച്യുതമേനോനായിരുന്നു, തൊഴിൽ ടി.വി. തോമസ്, വിദ്യാഭ്യാസം ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ഓപ്ഷൻസ് കൂട്ടുകാർ നോക്കാം. ഏതായിരിക്കും ശരിയായ പ്രസ്താവനകൾ? ആൻസർ എ ആണ്. എല്ലാം തന്നെ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? യാചനായാത്ര തൃശൂർ ചന്ദ്രഗിരി പുഴ, പട്ടിണി ജാഥ കണ്ണൂർ മദ്രാസ്, സവർണ ജാഥ വൈക്കം തിരുവനന്തപുരം, രാജധാനി ജാഥ തമ്പാനൂർ കവടിയാർ. ഓപ്ഷൻസ് 3, 4 എന്നിവ, 2, 3 എന്നിവ, 1, 3 എന്നിവ, 1, 2, 3, 4 എന്നിവ. ആൻസർ ഡി ആണ്. 1, 2, 3, 4, അതായത് എല്ലാം തന്നെ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വസ്തുതകളിൽ നിന്നും വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്, ജന്മി കുടിയാൻ വിളംബരം നടത്തി, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു, 1874 തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചു. മാർത്താണ്ഡവർമ്മയാണോ? ആയില്യം തിരുനാള്, വിശാഖം തിരുനാള്, ശ്രീമൂലം തിരുനാള്. ആരായിരിക്കും വ്യക്തി? ബി ആണ്. ആയില്യം തിരുനാളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ. കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനാണ്. ഹാൻഡ് വീവിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1, 2, 3 എന്നിവ, ഓപ്ഷൻ ബി 1, 3 എന്നിവ, ഓപ്ഷൻ സി 2, 3 എന്നിവ, ഓപ്ഷൻ ഡി 1, 2 എന്നിവ. ആൻസർ ഡി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ല കണ്ണൂരാണ്. കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്ന കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർഗരറ്റ് താച്ചർ, ഡോക്ടർ APJ അബ്ദുൽ കലാം, ബരാക് ഒബാമ, ആർ വെങ്കിട്ടരാമൻ. ആൻസർ ബി ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പശ്ചിമ തീര തുറമുഖം തിരഞ്ഞെടുക്കുക. വിശാഖപട്ടണം, മുംബൈ, ദീൻ ദയാൽ, പാരാദ്വീപ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നവയെല്ലാം 2, 3, 4 എന്നിവ, ഓപ്ഷൻ സി 2, 3 എന്നിവ, ഓപ്ഷൻ ഡി 2, 4 എന്നിവ. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. 2, 3 എന്നിവ. ഏതാണ് 2? മുംബൈ, അതേപോലെ തന്നെ ദീൻ ദയാലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓപ്ഷൻസിൽ ഇല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. വി രാമസുബ്രഹ്മണ്യൻ. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി. പട്ടം താണുപിള്ള, CH മുഹമ്മദ് കോയ, സി അച്യുതമേനോൻ, KR ഗൗരിയമ്മ. ആൻസർ എ ആണ്. പട്ടം താണുപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? കാഴ്ചകൾ മനോഹരങ്ങളായ അവൻ അവിടെ കണ്ടു.
ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, മനോഹരങ്ങളായ. അടുത്ത ക്വസ്റ്റ്യൻ, പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം. 3 കവിതകൾ, കവിയുടെ പരിശുദ്ധി, കവിതയുടെ വിശുദ്ധി, കവിത്രയം. ആൻസർ ഡി ആണ്, കവിത്രയം. അടുത്ത ക്വസ്റ്റ്യൻ, മനസാന്നിധ്യം പിരിച്ചെഴുതിയാൽ. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ്, മന പ്ലസ് സാന്നിധ്യം. അടുത്ത ക്വസ്റ്റ്യൻ, കളത്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ആന, ഭാര്യ, മേഘം, മാൻ. ആൻസർ ബി ആണ്, ഭാര്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇടങ്കോലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അപേക്ഷിക്കുക, സങ്കടപ്പെടുത്തുക, അപകടപ്പെടുത്തുക, തടസ്സമുണ്ടാക്കുക. ആൻസർ ഡി ആണ്, തടസ്സമുണ്ടാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ്. ശരിയായ പരിഭാഷ ഏതാണെന്ന്? ഭാരതത്തിന്റെ പാരമ്പര്യം തിളക്കമുള്ളതാണ്. മഹത്താണ് ഇന്ത്യയുടെ ചരിത്രം. ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട്. ഇന്ത്യക്ക് ഒരു സുവർണ സംസ്കാരമുണ്ട്. ആൻസർ സി ആണ്, ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. സുമിത്രയുടെ പുത്രൻ, സൗമിത്രൻ, സൗമിത്രി, സുമിത്രൻ, സുമിത്രജൻ. ആൻസർ ബി ആണ്, സൗമിത്രി. അടുത്ത ക്വസ്റ്റ്യൻ, വിപരീത പദം ഏതെന്ന്? ഉജ്ജ്വലം, അജ്വലം, നിജ്വലം, അലസം, അവനയനം. ആൻസർ സി ആണ്, അലസം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏതാണെന്ന്? ആൻസർ എ ആണ്, ദശരഥൻ. അടുത്ത ക്വസ്റ്റ്യൻ, മനീഷ എന്ന പദത്തിന്റെ അർത്ഥം? ബുദ്ധി, ശക്തി, അമൃത്, മനസ്സ്. ആൻസർ എ ആണ്, ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, രോഗി, ഡോക്ടർ, വിദ്യാർത്ഥി, ഡാഷ്. പുസ്തകം, സ്കൂൾ, ആശുപത്രി, അധ്യാപകൻ. ആൻസർ ഡി ആണ്, അധ്യാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, മീര യൂഷ്വലി ഡാഷ് വിസിറ്റ് ദ ചർച്ച് ട്വൈസ് ഇൻ എ മന്ത്. വിസിറ്റഡ്, ഹാർഡ് വിസിറ്റ്, വിസിറ്റ്, വിസിറ്റ്സ്. ആൻസർ ഡി ആണ്, വിസിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഡാഷ്. ഡോൺ വി, ഡു വി, ഷാൽ വി, ഷാൽ ഐ. ആൻസർ സി ആണ്, ഷാൽ വി. അടുത്ത ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ എൻജോയ്ഡ് ഡാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ. ദ, ആൻ, എ, അറ്റ്. ആൻസർ എ, ദ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു റീഡ് ഒതല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ റീഡ് ഒതല്ലോ. The teacher asked me whether I would read Othello. The teacher asked that I read Othello. The teacher asked me whether I had read Othello. Answer D ആണ്, the teacher asked me whether I had read Othello. അടുത്ത ക്വസ്റ്റ്യൻ, കവിത wrote a novel. Change the voice. A novel was written by Kavita. A novel is written by Kavita. A novel was wrote by Kavita. A novel is wrote by Kavita. Answer A ആണ്, a novel was written by Kavita. അടുത്ത ക്വസ്റ്റ്യൻ, dash is the synonym of primitive. Modern, ordinary, ancient, prestige. ആൻസർ സി ആണ്, ancient. അടുത്ത ക്വസ്റ്റ്യൻ, dash is the phrasal verb of the word tolerate. Put on, put out, put off, put up with. ആൻസർ ഡി ആണ്, put up with. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is an example for suffix? Encourage, successful, dislike, impossible. ആൻസർ ബി ആണ്, successful. അടുത്ത ക്വസ്റ്റ്യൻ, one who loves mankind is. ആൻസർ ബി ആണ്, philanthropist. അടുത്ത ക്വസ്റ്റ്യൻ, which one is the correctly spelled word? ആൻസർ എ ആണ്.